2008 ഒക്ടോബർ 12 നമ്മെ സംബന്ധിച്ച് അവിസ്മരണീയ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച സുദിനമാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തതിൻ്റെ പിന്നാലെ വരട്ടെ എന്നരുൾ ചെയ്ത് ഈശോനാഥൻ്റെ ദിവ്യാഹ്വാനം സ്വീകരിച്ച് സമർപ്പിത ജീവിതം നയിച്ച വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ ധന്യ നിമിഷങ്ങൾ. നമ്മുടെ സഭയിൽ നിന്നും ആദ്യമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു ധീര വനിതയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപിക എന്നതിലുപരി സഹനത്തിൻ്റെ പരിശുദ്ധത്വത്തിലൂടെയാണ് അവൾ വിശുദ്ധയായത്. വിശുദ്ധ അൽഫോൻസാമ്മ അഗ്നിയിൽ സ്ഫുടം ചെയ്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. കുരിശുകളെക്കുറിച്ച് അവളുടെ മനോഭാവം ഇപ്രകാരമായിരുന്നു: കുരിശു ചുമക്കണം. നാം കുരിശു ചുമക്കാതെ ഒരു നിവൃത്തിയുമില്ല. ചെറിയ കുരിശുകൾ നാം ചുമന്നു തുടങ്ങണം. അപ്പോൾ വലിയവയും ചുമക്കാൻ എളുപ്പമാകും. സഹനമാകുന്ന പൂക്കൾ കർത്താവിൻ്റെ തൃപാദത്തിങ്കൽ വിതറിയ കൊച്ചു ത്രേസ്യയായിരുന്നു അവളുടെ മാതൃക. ഛർദിയും വേദനയും പൂർവാധികം ശക്തിപ്പെടുന്ന അവസരത്തിൽ പോലും സഹിക്കാൻ ശക്തി കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി നിയോഗം വയ്ക്കണം എന്നൊക്കെ സ്വസഹോദരിമാരോട് പറയുമായിരുന്നു. അമ്മയുടെ ജീവശക്തിയായി മാറിയ തിരുവചനമാണ്: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും എന്നത്. ആരുമറിയാതെ വേദനകൾ മൗനമായി സഹിക്കുക എന്നത് അൽഫോൻസാമ്മയുടെ മുദ്രാവാക്യം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കട്ടെ.